റിപ്പോർട്ടർ ചാനലിൻ്റെ ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ടീച്ചറുമായി ചാനലിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായൊരു സംഭാഷണം നടത്തി. നാദാപുരത്ത് വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെ വക്രീകരിച്ച് ടീച്ചർ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു എന്ന് തെറ്റായി പ്രചരിപ്പിക്കാൻ നോക്കിയില്ലേ? റിപ്പോർട്ടർ ചാനൽ തന്നെ അതിൻ്റെ ഭാഗമായി പരാതി കൊടുക്കാൻ ഇടയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാതൃഭൂമി ഓൺലൈനെ ദുരുപയോഗപ്പെടുത്തി അങ്ങനെ ഒരു ഇടപെടൽ നടന്നു. അവരും അതിനെതിരായി രംഗത്ത് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടീച്ചർ ഇവിടെ ഒരു വർഷം മുമ്പ് നടന്ന കൃഷ്ണപിള്ള സ്മൃതി ഇവിടെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി, ഒരു ദേശീയ സെമിനാർ, അതിൽ നടത്തിയ പ്രസംഗത്തെ വളച്ചൊടിച്ച് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ശ്രമം നടത്തി. ഇങ്ങനെ എത്ര ശ്രമങ്ങളാണ് നടത്തിയത്? പക്ഷേ ഇതെല്ലാം മതനിരപേക്ഷ മനസ്സുള്ള ജനങ്ങൾ തള്ളിക്കളയുന്നു എന്ന നില വന്നപ്പോൾ വെപ്രാളപ്പെട്ട് എന്തെല്ലാമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള ധാരണയും അവർക്ക് തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വസ്തുതകൾ ജനങ്ങളോട് പറയുന്നതിന് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്, നിർബന്ധിതരായിട്ടുണ്ട്. കാരണം ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാനോ വർഗീയ വിദ്വേഷം വളർത്താനോ ഒരു കാരണവശാലും ഞങ്ങൾ ഇടതുപക്ഷം അനുവദിക്കില്ല. അവർക്ക് വെപ്രാളം ഉണ്ടായത്, അവർ ഈ ശ്രമങ്ങളെല്ലാം നടത്തിയത് വടകരയിൽ മുസ്ലിം വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തോട് പൊതുവിൽ ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വടകരയിൽ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തോട് അടുക്കുന്നത് തടയാൻ കഴിയുമോ എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അവിടെ നിന്നല്ല, എല്ലായിടത്തും മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് പൊതുവിൽ ചിന്തിച്ചതും നിലപാടെടുത്തതും. അതവരുടെ അനുഭവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വീകരിക്കുന്ന ഇന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ്.